ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിലെ കള്ളാടിയിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലിൻ്റെ ഭീതിപ്പെടുത്തുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു. അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന ആ ഒരു മണ്ണിടിച്ചിലിൽ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടുന്ന ആ ഒരു മനുഷ്യരുടെ ആ ഒരു ഭീതിപ്പെടുത്തുന്ന ആ ഒരു കാഴ്ച നെഞ്ചെടുപ്പോടുകൂടിയല്ലാതെ നമുക്കാർക്കും കാണാനാവില്ല. അത്രത്തോളം ഭയപ്പെടുത്തുന്ന ഒരു CCTV ഫൂട്ടേജാണ് നമ്മളെല്ലാവരും കണ്ടത്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായിട്ടായിരുന്നു ആ ഒരു ദുരന്തമുണ്ടായത്. ആ ഒരു ദുരന്തത്തിൽ 5-6 ആളുകൾ മരണപ്പെടുകയും അതോടൊപ്പം ഒരുപാട് വീടുകൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ ഒരു ദുരന്തം നടക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. ആ ഒരു ദുരന്തം നടക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. വീട് ഏകദേശം പൂർണ്ണമായും തകർന്നുപോയി. പക്ഷെ ആ വീട്ടിലുണ്ടായിരുന്ന 2 പേർ ഉംറയ്ക്ക് പോയതുകൊണ്ട് അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊരു വാർത്തയായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഉംറയ്ക്ക് പോയ ആ വീട്ടിലുള്ള 2 പേർ തിരിച്ചെത്തിയിരുന്നു. ഉംറ തീർത്ഥാടനമൊക്കെ പൂർത്തിയാക്കി തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അഷ്റഫ് എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാത്തിരുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയൊരു നോവുണ്ടാക്കുന്നൊരു കാഴ്ചയായിരുന്നു. താൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം വീട് ഒടുവിൽ മണ്ണ് മൂടി ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ് അഷ്റഫിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കാണേണ്ടി വന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട അഷ്റഫ്ക്കാണ് നമ്മോടൊപ്പം ചേരുന്നത്. അന്ന് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മരുമകനും അതുപോലെ കുട്ടികൾ മാത്രമായിരുന്നു. അദ്ദേഹം ഉംറ തീർത്ഥാടനത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഷ്റഫിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അഷ്റഫ്, അപ്പോൾ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന പ്രതീക്ഷയിലായിട്ടുള്ളത്? മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ത് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഞങ്ങൾ നാളെ മുതൽ വാടക വൃത്തി താമസിക്കാൻ ഇന്നലെ രാത്രി എത്തി ഞങ്ങൾ. ഈ കള്ളാടി ഈ തുരങ്കപാതയുടെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതിനുള്ള ഒരു ആശങ്ക എന്തെങ്കിലും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇവിടെ മണ്ണ് കൂട്ടിയിടുമ്പോൾ ഞങ്ങളെല്ലാം അന്ന് ആശങ്ക ഉണ്ടായിരുന്നു. വേനൽക്കാലം മൊത്തം പൊടിയായിരിക്കും, മഴക്കാലത്ത് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ മലിനായിരുന്നു, കറങ്ങി പോയിരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഉണ്ടാവും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷയില്ല. ഇല്ല, പരാതിൻ്റെ മെമ്പർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെല്ലാവരും പിന്നെ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. വാടക വീട് സെറ്റായതോ? സാർ മേപ്പാടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. നാളെ മുതൽ കണ്ട് വാടകയ്ക്കും താമസിക്കുന്നു. സർക്കാരിന് അതിൻ്റെ വാടക കൊടുക്കുന്നവർ തന്നെയാണ്. പിന്നെ വീട് പിന്നെ നഷ്ടപരിഹാരം മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്താ വേണ്ട ചെയ്യാൻ. പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ത് വേണം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വീടിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അവിടെ വന്ന് കയറി ഒരു സാധനം എടുക്കാൻ പറ്റില്ല. ഇത് ചുറ്റുഭാഗം മധുര കെട്ടി ഇൻ്റർലൊക്കെ ചെയ്തിട്ട് വീടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനമൊക്കെ ഇനി വാങ്ങി ഉണ്ടാക്കിയിട്ട് വേണം. കിടക്കണ ബെഡ് എന്താണെങ്കിലും ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വേണമല്ലോ. വീട് വാടക കിട്ടുമെന്ന് പറഞ്ഞ്. നിങ്ങൾ ഈ ഉംറേൻ്റെ സമയത്താണ് ഈ സംഭവം അറിഞ്ഞത്? ഞങ്ങൾ 6-ാം തീയതി ഇവിടുന്ന് പോകുന്നത്. 7-ാം തീയതി ഉച്ചയ്ക്ക് ഞാൻ ഇവരെ അറിയുന്നത്. പക്ഷെ എൻ്റെ മോനും മരുവനും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്തോ അള്ളാൻ്റെ കുതിരത്തോണ്ട് രക്ഷപ്പെട്ടവർ അല്ലേ. അവരൊക്കെ ഇന്ന് അത് വലിയ അനുഗ്രഹം അള്ളാൻ്റെ ഉണ്ട്. ഇപ്പം എങ്ങനെയാണ് വാടക വീട്ടിൽ അതോ വേറെ സ്ഥലം മാറി പോകാനുള്ള എന്തെങ്കിലും? ഇനി ഇവിടെ നിന്ന് താമസിക്കുന്നില്ല. ഇനി വീട് വെച്ചാൽ ഇവിടുന്ന് ഒഴിവാക്കി പോകുന്നതിന് തന്നെ എവിടെയും വീട് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിൽ തന്നെയാണോ അതോ പുറത്തേക്ക് പോകാൻ? മേപ്പാടി വിട്ട് കൽപ്പറ്റ ഭാഗത്തേക്ക് കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് ഇനി ഇല്ല. ഇല്ല ഇനിയൊരു പരീക്ഷണത്തിന് അതൊന്നുമില്ല. ആ സമയത്തുള്ള അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വീട് ഇനി ഉപയോഗിക്കാൻ പോലും പറ്റില്ല. സകല സാധനങ്ങളും ആദ്യം മുതൽ വാങ്ങണമെന്ന് വളരെയധികം വിഷമത്തോടുകൂടി വിതുമ്പലോടെ പറയുകയാണ് അഷ്റഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് ആ 2 പേർ. വയനാട് കള്ളാടി മേഖലയിലുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലാണ് അഷ്റഫിൻ്റെ ജീവിതം ഒരു നിമിഷം കൊണ്ട് താറുമാറാക്കിയത്. ഉംറ തീർത്ഥാടനത്തിനായി അഷ്റഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സൗദിയിലേക്ക് പോയ സമയത്തായിരുന്നു ഈ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെയുണ്ടായ ആ ഒരു മണ്ണിടിച്ചിലിൽ അഷ്റഫിൻ്റെ വീടും അതിലകപ്പെടുകയായിരുന്നു. സുരക്ഷിതമായി ഉംറ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ താൻ ഇത്രയും കാലം ജീവിച്ച ആ ഒരു വീടിന് പകരം മണ്ണ് മൂടിയ അവശിഷ്ടങ്ങൾ മാത്രമാണ് അഷ്റഫിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കാണാൻ സാധിച്ചത്. ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയി. അഷ്റഫിന്റെ വാക്കുകളിൽ നിരാശയും വേദനയും മാത്രമാണ് നിഴലിക്കുന്നത്. ഉംറ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അഷ്റഫിന് സ്വന്തം വീട്ടിൽ ഒരു രാത്രി പോലും അടിയന്തരമായി തങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല.
നിലവിൽ ഒരു വാടക വീട് കണ്ടെത്തി താൽക്കാലികമായി അങ്ങോട്ട് മാറേണ്ടി വന്നിരിക്കുകയാണ് ഈ രണ്ടുപേർക്കും. ഒരു വീട്ടിലെ ആവശ്യ വസ്തുക്കൾ, അടുക്കളയിലെ പാത്രങ്ങൾ മുതൽ ഉടുതുണി, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കട്ടിൽ, ഫർണിച്ചറുകൾ തുടങ്ങിയ സകലതും ആ ചെളിക്കടിയിലാണ്. അതുകൊണ്ട് തന്നെ ജീവിതം വീണ്ടും ഒരു ആദ്യ പടി നിന്നും തുടങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് അഷ്റഫിനിപ്പോൾ. പുതിയ വീട്ടു സാധനങ്ങൾ വാങ്ങാനും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും വലിയൊരു തുക തന്നെ ഇനി അദ്ദേഹത്തിന് ആവശ്യമായി വരും. മണ്ണിടിച്ചിലിന്റെ ആ ഒരു ആഘാതത്തിൽ വീടിന്റെ പ്രധാന ചുവരുകളെല്ലാം തകർന്നുപോയി. വീടിനുള്ളിൽ മുഴുവൻ കനത്ത അളവിൽ ചെളിയും മണ്ണുമൊക്കെ അടിഞ്ഞുകൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു വീട് വീണ്ടും താമസയോഗ്യമാക്കുക എന്നുള്ളത് തീർത്തും അസാധ്യമായ ഒരു കാര്യമാണ്. കള്ളാടിയിലുണ്ടായ ആ ഒരു ദുരന്തം അഷ്റഫിനെ മാത്രമല്ല, ആ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയത്. പ്രകൃതിയുടെ പ്രകോപനത്തിന് മുന്നിൽ മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനാണ് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, വയനാട്ടിൽ ചുരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത വലിയ വേദന നൽകിയ ഒരു ദുരന്തമായിരുന്നു. ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. ഒരുപാട് വീടുകളും സ്കൂളുകളുമൊക്കെ തകർന്നുപോയി. ഇപ്പോഴും പലരുടെയും മൃതദേഹങ്ങൾ പോലും അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വല്ലാതെ വേദന നൽകുന്ന ഒരു വാർത്തയാണ്. ആ ഒരു ദുരന്തത്തിൻ്റെ ആ ഒരു വേദനയിൽ നിന്നും മലയാളികൾ പയ്യെ പയ്യെ മാറി വരുന്ന സമയത്താണ് വീണ്ടും ഇതുപോലുള്ള ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മളെല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കള്ളാടിയിലുണ്ടായ ആ ഒരു ദുരന്തത്തിൽ നിലവിൽ സന്നദ്ധ സംഘടനകളും സർക്കാരും ദുരന്തബാധിതർക്കൊക്കെ സഹായവുമായി രംഗത്തുണ്ടെങ്കിൽ പോലും അഷ്റഫിനെ പോലെ പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ വലിയ പിന്തുണ ആവശ്യമാണ്. വാടക വീട്ടിലെ ആശ്വാസം അദ്ദേഹത്തിനെ സംബന്ധിച്ച് താൽക്കാലിക ഒരു ആശ്വാസം മാത്രമാണ്. സ്വന്തമായി ഒരു തലചായ്ക്കാൻ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തുക എന്നത് ഇവർക്ക് മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആദ്യമൊക്കെ വലിയ രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും അതിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുസ്സുണ്ടാകാറുള്ളൂ. പിന്നെ മറ്റൊരു വാർത്തയെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോവുകയാണ് പതിവ്. അതിനുശേഷം ആ ഒരു ദുരന്തത്തിൽ ഇരകളായി മാറിയ ജനങ്ങൾ നേരിടുന്ന പിന്നീടുള്ള ദീർഘകാല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറില്ല. സമൂഹം പലപ്പോഴും പിന്നീട് അവരെ മറന്നുപോകാറുണ്ട്. ഇവിടെ നോക്കി, ഈ ഒരു മനുഷ്യൻ്റെ സകലതും നഷ്ടപ്പെട്ടു പോയി. അന്ന് ആ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേർ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അഷ്റഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉംറയ്ക്ക് പോയതുകൊണ്ട് അവരും രക്ഷപ്പെട്ടു. ജീവിതം ഇനി പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്ന അഷ്റഫിനെ പോലെയുള്ളവർക്ക് തുടർച്ചയായ പിന്തുണയും സഹായമൊക്കെ അത്യാവശ്യമാണ്. ഈ അവസരത്തിൽ അഷ്റഫിനെയും കുടുംബത്തെയും തനിച്ചാക്കാതിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമുക്കാവുന്ന തരത്തിൽ ഇത്തരം ദുരന്തബാധിതരെ സഹായിക്കാനും അവർക്ക് കൈത്താങ്ങാനും മുന്നോട്ട് വരാം. പ്രകൃതിയുടെ അപ്രതീക്ഷിത പ്രഹരങ്ങളിൽ തളർന്നുപോയ മനുഷ്യർക്ക് വീണ്ടും ജീവിക്കാനുള്ള പ്രത്യാശ നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇനി ആ ഒരു സ്ഥലത്ത് വീട് വെച്ച് കിടക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇനിയൊരു പരീക്ഷണം നേരിടാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. മന്ത്രിമാരും മറ്റുമൊക്കെ അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനങ്ങളായി മാറാൻ പാടില്ല.